CPO നിയമനം വേഗത്തിലാക്കാൻ നവകേരള സദസ്സിൽ പരാതി നൽകിയ ഉദ്യോഗാർത്ഥികൾ. ആഭ്യന്തര വകുപ്പിലേക്ക് പോകേണ്ട പരാതി പോയത് ലൈഫ് മിഷനിലേക്ക്. സന്ദേശം ലഭിച്ച ഉദ്യോഗാർത്ഥികൾ ലേബർ ഓഫീസിലേക്ക് വിളിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറിയെന്നും പരാതി. പോലീസിൽ PSC നിയമനം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സിവിൽ പോലീസ് റാങ്ക് പട്ടികയിലുള്ളവർ നവകേരള സദസ്സിന് നൽകിയ പരാതി കൈമാറിയത് ലൈഫ് മിഷനും തൊഴിൽ വകുപ്പിനും സൈനിക ക്ഷേമ വകുപ്പിനുമാണ്. 7 ബറ്റാലിയനുകളിലേക്കുള്ള പോലീസ് നിയമന പട്ടികയ്ക്കുള്ള കാലാവധി തീരാൻ ഇനി 3 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഒഴിവുകൾ വേഗത്തിൽ റിപ്പോർട്ട് ചെയ്ത് പട്ടികയിൽ ബാക്കിയുള്ളവർക്ക് കൂടി നിയമനം നൽകണമെന്നാവശ്യപ്പെട്ടാണ് സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മുതൽ നവകേരള സദസ്സിൽ പരാതി നൽകിയത്. തിരുവനന്തപുരത്തെ വിവിധ സദസ്സുകളിൽ പരാതി നൽകിയവർക്ക് ലഭിച്ച മറുപടിയാണ് ഉദ്യോഗാർത്ഥികളെ ഞെട്ടിച്ചത്. പൊതുഭരണ വകുപ്പിനോ ആഭ്യന്തര വകുപ്പിനോ ആണ് ഉദ്യോഗാർത്ഥികളുടെ പരാതികൾ കൈമാറി നടപടികൾ സ്വീകരിക്കേണ്ടത്. എന്നാൽ പരാതികൾ നൽകിയത് സൈനിക ക്ഷേമ വകുപ്പിനും തൊഴിൽ വകുപ്പിനും പിന്നെ ലൈഫ് മിഷനുമായിരുന്നു. സന്ദേശം ലഭിച്ച ഉദ്യോഗാർത്ഥികൾ ലേബർ ഓഫീസിലേക്ക് വിളിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറി. കൊട്ടാരക്കരയിൽ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് ശേഷം ആശുപത്രികളിൽ എയ്ഡ് പോസ്റ്റ് തുടങ്ങാൻ പുതിയ തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം ചൂണ്ടിക്കാട്ടി നൽകിയ പരാതികൾ ആരോഗ്യവകുപ്പിലേക്കാണ് പോയത്. കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചികിത്സാ സഹായം ആവശ്യപ്പെട്ട് നൽകിയ പരാതികൾ കൈമാറിയത് കണ്ണൂർ നഗരസഭയിലേക്കായിരുന്നു. ഓഫീസുകൾ കയറി മടുത്ത ഉദ്യോഗാർത്ഥികൾ ഒരു ആശ്രയമെന്ന നിലയിലാണ് നവകേരള സദസ്സിനെ സമീപിച്ചത്. ജനം, തിരുവനന്തപുരം.